ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റിയമോൾ സ്കൂളിലെ ആദ്യത്തെ പാരൻസ് മീറ്റിംഗ് ആട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ പാരൻസ് മീറ്റിംഗ് ആണ്. അവർക്ക് ഈ മെയ് 18 ഫസ്റ്റ് ടൈം എക്സാം സ്റ്റാർട്ടാകും. അതിനൊക്കെ കുറിച്ച് പറയാനുള്ള ഒരു മീറ്റിംഗ് ആണിപ്പോൾ. നമ്മൾ താമസിക്കുന്ന അവിടുത്തുനിന്ന് ഒരു 15-20 മിനിറ്റ് യാത്ര ഉണ്ട് കേട്ടോ. വണ്ടിക്ക് കുറച്ച് ദൂരെയാണ്. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റോൾ നമ്പർ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. 4:30 മുതലാണ് മീറ്റിംഗ് സ്റ്റാർട്ടാവുന്നത്. നമുക്ക് കിട്ടിയ ടൈം 5:30 മുതൽ 6 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മീറ്റിങ്ങിൽ. ഓരോരുത്തരും ടൈം അനുസരിച്ചല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് ഓളെ ക്ലാസ് 1H ആണ്. ഇവിടെ ഓരോന്നും എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചുമരിൽ, കുട്ടികളുടെ പെർഫോമൻസും അതൊക്കെ. അപ്പോൾ അതെല്ലാവരും നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പോയി നോക്കുമ്പോൾ അതോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പാനിപൂരിയും പിന്നെ എന്തൊക്കെയാ ദഹിപ്പൂരിയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് പാനിപൂരി വാങ്ങിച്ചു. അവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസും വാങ്ങി. പച്ചമാങ്ങ കൊണ്ടില്ല ജ്യൂസാണെന്ന് പറഞ്ഞു. പക്ഷെ അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളും തന്നെ കുറച്ച് കുടിച്ചിട്ട് നമ്മളത് കളഞ്ഞിക്കാന്ന്. ഇതാണ് കേട്ടോ അവരെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നുമില്ല. വന്നപ്പോൾ ആണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് എനിക്കപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ആണ് അവരുടെ സ്കൂളിൻ്റെ പേര്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈത്ത് കൈത്താൻ ബ്രാഞ്ചിലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് പുറത്തിറങ്ങിയതല്ലേ കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അവിടെ അടുത്ത് തന്നെ ഒരു മാൾ ഉണ്ടായിരുന്നു, ഔത്താദ് മാൾ പറഞ്ഞൊരു മാള്. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്ന് പോയിട്ടോ. വെറുതെ ഒന്ന് ജസ്റ്റ് കുട്ടികളൊക്കെ കൊണ്ടൊന്ന് കറങ്ങി അവർക്കും തന്നെ ഒരു റിലാക്സ് ആവില്ല എഴുതിയിട്ട് അങ്ങനെ പോയതാണ് നമ്മൾ. അപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ. ചെറിയ ഫാൻസി ഐറ്റംസ് ആയിട്ടും പർദ്ദ ആയിട്ടും പിന്നെ കുട്ടികളുടെ ടോയ്സ് ആയിട്ടും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളൊരു ചെറിയ കടയിലോട്ട് കയറിയതാണ്. വെറുതെ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ബോർഡ് കണ്ടു, 2.5 KD എല്ലാ ഓൾ പ്രൈസ് 2.5 KD എന്നിട്ടും അങ്ങനെ കണ്ടു. അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കിയതാണ്. ഈ തൂക്കിട്ടീനൊക്കെ 2.5 KD ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ഡ്രസ്സ് ചെയ്യുന്നു അവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി വെച്ചു. ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് കയറി നോക്കാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ നോക്കി വെച്ചതാണ്. അപ്പോൾ റിയ പറഞ്ഞു എനിക്ക് ദാഹിക്കണുണ്ട്, നല്ല ചൂടല്ലേ, അപ്പം ഇങ്ങനെ കുറച്ച് നടന്നു പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ദാഹിക്കണുണ്ട് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാതിരിച്ച് മുകളിൽ തന്നെ ജ്യൂസ് കോർണർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ഒരു ജ്യൂസും ഒരു പോപ്കോണിൻ്റെ ഒരു ബൗളും വാങ്ങിച്ചു കൊടുത്തു അവൾക്ക്. ഇവിടെ തന്നെ മാക്സും ഉണ്ട് കേട്ടോ. ഈ മാക്സിൽ ഞാൻ ഒരു വർഷം വർക്ക് ചെയ്തിരുന്നു. ഞാൻ പിന്നെ മോനെ പ്രഗ്നൻ്റ് ആയപ്പോൾ റിസൈൻ ചെയ്തതാണ്. എനിക്ക് കുറച്ച് റെസ്റ്റ് അങ്ങനെ ആവശ്യമൊക്കെ വന്നപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അതിലോട്ട് കയറി. മാക്സിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ച് അവിടേക്കൊന്ന് കയറി. അപ്പോൾ അവർ പറഞ്ഞ മാക്സിൽ എന്താ ഇപ്പോൾ വന്നത്, ഒരു 3-ാം തീയതി ഇവിടെ സെയിലുണ്ടായിരുന്നു, 3-ാം തീയതി ഫിനിഷായി, നല്ല ഓഫർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവിടെ എന്താ ബെസ്റ്റ് ബൈ ഉള്ളൂ, സെയിലില്ല. ബെസ്റ്റ് ബൈൻ്റെ ചെറിയൊരു ഓഫറുള്ളൂ അവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി. അന്ന് ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. ഇവിടെ എനിക്ക് ക്യാഷ്യറിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടം കേട്ടോ. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, ക്യാഷ്യറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, മക്കളൊക്കെ പറ്റിയ നല്ല അടിപൊളി ഫ്രോക്കുകളൊക്കെ ഉണ്ട് അവിടെ.
ഞാനിവിടെ എത്തിയിരുന്നത് ക്യാഷ്യറിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ മാനേജ് ചെയ്യാനും നിന്നിരുന്നു കേട്ടോ. രണ്ടും പാടായിരുന്നു. അതുണ്ടോ നല്ല ഭംഗിയുള്ള ഫ്രോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ നോക്കി, പക്ഷെ മോക്ക് പാകത്തൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ മക്കളതായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി അവിടേക്ക് ഒന്ന് കറങ്ങി പിന്നെ നമ്മൾ പോകുന്നു കേട്ടോ. പിറ്റേ ദിവസം മോക്ക് മദ്രസ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വൈകേണ്ട വെച്ച് വേഗം പോകുന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.